ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കി. ദെൻ ഒറിജിൻ ആൻഡ് ഗ്രോത്ത് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ ഇന്ത്യ. സർ ഫ്രെഡറിക് നിക്കോൾസൺ വാസ് സബ്മിറ്റിംഗ് ഹിസ് റിപ്പോർട്ട് ഫോർ ഇൻട്രൊഡ്യൂസിംഗ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ആസ് പാർട്ട് ഓഫ് റൈഫിൻസൺ മോഡൽ കോപ്പറേറ്റീവ് ഇൻ ജർമ്മനി ഫോക്കസ്ഡ് ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഫെഡറിക് നിക്കോൾസൺ അവരുടെ റിപ്പോർട്ടിൽ നമ്മൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് റൈഫിൻസൺ മോഡൽ ഇൻ ജർമ്മനിയിലെ മോഡലിൽ നടപ്പിലാക്കണമെന്ന് എന്ത് ചെയ്തിരുന്നു പറഞ്ഞിരുന്നു. ആ മോഡലിലാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ലെവലിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് നടപ്പിലാക്കിയത്. സോ അതിൻ്റെ ഭാഗമായിട്ട് അതേ മോഡൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലും എന്ത് ചെയ്തത് നടപ്പിൽ ആക്കിയത്. ദെൻ അതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയുന്നത് ഒരു കമ്മിറ്റിയെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ കൺസൾട്ടേഷൻ വിത്ത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ NCUI എന്ന് പറഞ്ഞിട്ടുള്ള നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ കൺസൾട്ടേഷനിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തു. ഡോക്ടർ MS സ്വാമിനാഥൻ വാസ് ദ ചെയർമാൻ ഓഫ് ദി കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ചെയർമാൻ MS സ്വാമിനാഥൻ ആയിരുന്നു. അവരുടെ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് 1973 ആ കമ്മിറ്റിയുടെ അഭിപ്രായ പ്രകാരം എന്ത് ചെയ്തു, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ആ റിപ്പോർട്ടിൽ പറഞ്ഞത് 2 കാര്യങ്ങളാണ്. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം ഷുഡ് ബി സെപ്പറേറ്റഡ്. നമ്മുടെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം രണ്ടും ഒന്നായിട്ടല്ല എന്ത് ചെയ്യേണ്ടത്, ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ വേറെയാണ്, ട്രെയിനിങ് വേറെയാണ്. അത് രണ്ടും സെപ്പറേറ്റ് ചെയ്യണം. ദെൻ രണ്ടാമത് പറഞ്ഞത് നാഷണൽ ബോർഡ് ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഷുഡ് ബി റീനെയിംഡ് ബൈ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. നമ്മുടെ നാഷണൽ ബോർഡ് ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന നാഷണൽ ലെവലിലുള്ള സ്ഥാപനത്തെ എന്ത് ചെയ്യണം, റീനെയിം ചെയ്തിട്ട് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് NCCT. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് രണ്ടും കൂടി കൊടുത്തിരുന്ന നാഷണൽ ലെവൽ സ്ഥാപനത്തെ എന്ത് ചെയ്തു, ട്രെയിനിങ്ങിന് വേണ്ടി മാത്രമായിട്ടുള്ള NCCT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമായി മാറ്റുക. ഇത് രണ്ടായിരുന്നു അവരുടെ സ്വാമിനാഥൻ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട 2 റെക്കമെൻഡേഷൻ. ആ റെക്കമെൻഡേഷൻ പ്രകാരം നമുക്ക് കുറച്ച് ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. നാഷണൽ ലെവലിലുള്ള ഇന്ത്യയിലുള്ള കുറച്ച് ഓർഗനൈസേഷൻ, അതായത് നമ്മുടെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്, ദാറ്റ് ഈസ് NCCT. The NCCT was established as per the recommendation of the Swaminathan Committee of 1973 on 1st July. 1st ജൂലൈയിൽ 1973 സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് NCCT എന്ത് ചെയ്തത് വന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1976 വിത്ത് ഇറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് ന്യൂഡൽഹി. 1973 റെക്കമെൻഡേഷൻ പ്രകാരം അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് അത് രജിസ്റ്റർ ചെയ്ത് 1976 ദ മെമ്പേഴ്സ് ഓഫ് ദിസ് കൗൺസിൽ consist of the representation of government of India. Then NCCTയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരിക്കും, RBI, ദെൻ NCUI നമ്മൾ പറഞ്ഞു, നാഷണൽ കൗൺസിൽ യൂണിയൻ ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, that is NCUI. ദെൻ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻസ്, ദെൻ അവരുടെ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് NCERTയുടെ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGCയുടെ, ദെൻ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ് ഓഫ് ഇന്ത്യ, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് സെക്രട്ടറി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അവരൊക്കെ ഉള്ള റെപ്രസെൻറ്റേഷൻ എന്തിലുണ്ടായിരിക്കും, NCCTയിൽ ഉണ്ടായിരിക്കും. The president of NCUI shall be the chairman of NCCT. NCUIയുടെ പ്രസിഡൻ്റ് ആയിരിക്കും NCCTയുടെ ചെയർമാൻ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് NCUI shall be the director general of NCCT. The NCCT is overall all charge of planning and coordination on the entire training programs on cooperation in the country. NCCTക്കാണ് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ കോപ്പറേറ്റീവ് ട്രെയിനിങ് പ്രോഗ്രാംസിൻ്റെയും പ്ലാൻ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനുമുള്ള ചാർജ്. ദ പ്രൈം ഒബ്ജക്റ്റീവ് ഓഫ് NCCT is to strengthen the managerial structure of cooperative and helping them in professionalization by improving the skill and knowledge of employees through variety of programs. നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് എന്തിനാണ്, സ്കിൽ ആൻഡ് നോളജ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് NCCTയുടെ എയിമും. അവിടുത്തെ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന മെമ്പേഴ്സിൻ്റെ
സ്കില്ല്, ടാലൻറ്റ്, നോളജ് ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുക, അതിന് ക്യാപ്പബിളാക്കി മാറ്റാം. It is the prime duty of NCCT to bring out a managerial cadre capable of handling the cooperative as the most modern business organization. പ്രൈം ഡ്യൂട്ടി ഓഫ് NCCT എന്താണ്? മാനേജീരിയൽ ക്യാപ്പബിലിറ്റി വർദ്ധിപ്പിക്കുക. കാരണം മെമ്പേഴ്സ് തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മാനേജീരിയൽ സ്കില്ലാണ് എന്ത് ആ സ്ഥാപനത്തിൻ്റെ സക്സസ്. അപ്പോൾ ആ മാനേജീരിയൽ കാഡർ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യിക്കുക. മോഡേൺ ബിസിനസ് ഓർഗനൈസേഷനുമായി പിടിച്ചു നിൽക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അവരുടെ സ്കില്ലും ടാലൻറ്റും വർദ്ധിപ്പിക്കുക. ഇറ്റ് ഹാസ് ഓൾസോ ബീൻ എൻഡാവർ ഓഫ് NCCT ടു ഡെവലപ്പ് ജോബ് ഓറിയൻറ്റഡ് ആൻഡ് നീഡ് ബേസ്ഡ് പ്രോഗ്രാം ഫോർ ഓൾ സെക്ടേഴ്സ്. ജോബ് ഓറിയൻറ്റഡും നീഡ് ബേസ്ഡ് പ്രോഗ്രാംസും ഫോർ ഓൾ സെക്ടേഴ്സ് ഓഫ് എംപ്ലോയീസ് വിത്ത് വാരിയഡ് ഡ്യൂറേഷനിലുള്ള പല കോഴ്സസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരുടെ ടാലൻറ്റ് വർദ്ധിപ്പിക്കുക. A modular approach has been adopted by NCCT to develop more job-oriented training packages for all employees by upgrading the training technology through diversified training programs. ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസും പ്രൊഫഷണൽ കോമ്പീറ്റൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. എങ്ങനെ? ട്രെയിനിങ് പാക്കേജസ്, ഡിഫറെൻറ്റ് ജോബ് ഓറിയൻറ്റഡ് ട്രെയിനിങ് പാക്കേജസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവരെന്തായിരിക്കും, ഈ സ്കില്ലൊക്കെ കിട്ടി അവർ അത്രത്തോളം ക്യാപ്പബിൾ ആയിരിക്കും. ദ NCCT ഈസ് ഹാവിങ് എ 3-tier സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് കൺസിസ്റ്റിംഗ് ഓഫ്. NCCTക്ക് 3-tier സിസ്റ്റമാണുള്ളത്. എന്താണ് ഫസ്റ്റ് ടയർ? വാംനികോം അറ്റ് ദ അപ്പെക്സ് ലെവൽ, ഏറ്റവും ഉയർന്ന ലെവലിൽ, അപ്പെക്സ് ലെവലിൽ, ടോപ്പ് ലെവലിൽ വാംനികോം. ദെൻ രണ്ടാമത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ICM ഓർ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജസ് അറ്റ് ദ മിഡിൽ ലെവലിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. ദെൻ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഓർ ജൂനിയർ ട്രെയിനിങ് സെൻറ്റേഴ്സ് അറ്റ് ലോവർ ലെവൽ. നമ്മൾ കണ്ടിട്ടുണ്ട് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജസ് ഒക്കെ, അതൊക്കെയാണ് എന്ത് ലോവർ ലെവലിൽ. ദെൻ വാംനികോം, ദ വൈകുന്ത് മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ദാറ്റ് ഈസ് വാംനികോം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ദാറ്റ് ഈസ് ICM ആർ കൺട്രോൾഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ NCCT directly while the subordinate training centers are governed by respective state cooperative union. അപ്പോൾ നമ്മുടെ വാംനികോമും ICM-ഉം ഒക്കെ മാനേജ് ചെയ്യുന്നത്, ഡയറക്റ്റ്ലി മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതൊക്കെ NCCT തന്നെയാണ്. പക്ഷേ അവർക്ക് സബോർഡിനേറ്റ് സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഈ വാംനികോമിനും ICM-നൊക്കെ. അതൊക്കെ ചെയ്യുന്നത് അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻസ് ആണ്. ബട്ട് ദ എൻറ്റയർ പ്രോഗ്രാംസ് ആൻഡ് ദ സ്കീംസ് ഫോർ ട്രെയിനിങ് ആർ സ്റ്റാർട്ട് ഔട്ട് കോർഡിനേറ്റഡ് ബൈ NCCT അറ്റ് ദ നാഷണൽ ലെവൽ. നമ്മുടെ NCCT എന്ന് പറയുന്നത് നാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ നാഷണൽ ലെവലിലുള്ള പ്രോഗ്രാംസും കോർഡിനേറ്റ് ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്നതും അതിൻ്റെ ചാർട്ട് ഉണ്ടാക്കുന്നതൊക്കെ NCCT, നമ്മുടെ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള NCCT തന്നെയാണ്. അവരുടെ കീഴിലാണ് ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത്. ദെൻ ഇവരുടെ സബോർഡിനേറ്റ് സ്ഥാപനങ്ങളൊക്കെ നോക്കുന്നത് ആരാണ്? അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻസ് ആണ്. അപ്പോൾ ഇത്രയാണ് NCCTയെ കുറിച്ച് പഠിക്കാനുള്ളത്. നമുക്കിനി വാംനികോമും ICM-ഉം ദെൻ അതർ ഒരുപാട് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. അപ്പോൾ NCCT വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാപനമാണ്. NCCTയെ കുറിച്ച് അധികം എക്സാംസിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.